വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ കൂടെ അച്ഛനും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താവുന്നില്ലേ, തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാം കേട്ടോ. അപ്പോൾ അച്ഛനും ഉണ്ട് കൂട്ട്. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ചുട്ട വെയിൽ പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്, അതുപോലെ തന്നെ കാറ്റും ഉണ്ട് കേട്ടോ. ഉരുക്കി പോകുന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ചൂടാണ്. അപ്പോൾ ഇത് ഇവിടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത്. അപ്പോൾ അച്ഛൻ ഹായ് പറഞ്ഞേ. അപ്പോൾ അച്ഛനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ. അപ്പോൾ ഫുള്ള് വീഡിയോ കാണാൻ മറക്കല്ലേ. ഇത് വരാൻ വേണ്ടി ഒരു ടൈം ഉണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ യൂഷ്വലി ഒരു മോർണിംഗ് ഒരു ലൈക്ക് ആഫ്റ്റർനൂണൊക്കെ ആകുമ്പോഴാണ് ഇൻ്റർവ്യൂ യൂഷ്വലി ഉണ്ടാവാറുള്ളത്. ഇന്നൊരു 4 to 5 ആകുമ്പോഴേക്കും വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതാണ് ഇത്രയും വെയിലില്ലെങ്കിൽ രാവിലെയൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇത്രയ്ക്കധികം വെയിലോ ചൂടോ ഒന്നും അധികം ഉണ്ടാവാറില്ല. ഇപ്പോൾ കുറഞ്ഞേക്കാട്ടോ. മുന്നൊക്കെ ഇതിനും ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഇത്തിരി കുറഞ്ഞേക്കാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ കാർഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഓരോ കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ കാർഡ്. അപ്പോൾ ഈ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബസ്സിലും അതുപോലെ തന്നെ മെട്രോയിലും പോവാറ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ടൈം കളയേണ്ട, നമുക്ക് കുറച്ച് ഇൻട്രാക്ട് ചെയ്തിട്ട് സംസാരിച്ച് പോവാം. അപ്പോൾ ഇതാട്ടോ കോസ്റ്റ്യൂം. ഞാനൊരു സ്കേർട്ടും അതുപോലെ തന്നെ ഒരു ടോപ്പും ഇട്ടിട്ട് പോണേ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇതേ ഒരു ബസ് വന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പോകേണ്ട ബസ്. ഒന്ന് നേരെ മെട്രോയ്ക്കാണ് ഇവിടെ നിന്ന് കയറിയിട്ട് പോകണം. ഇതെല്ലാം വേറെ ഒരു ബസ്സും വന്നു കേട്ടോ. അതും ഞങ്ങളുടെ ബസ്സിലെ ശരിക്കും നമുക്കൊരു സോഹേൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബസ്സിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എപ്പോഴാണ് നമുക്ക് പോകാനുള്ള ബസ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ വരുന്ന തിരക്കിലാണ് നോക്കാൻ മറന്നു. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ബസ് ഏത് ടൈമിലാണ് വരണേ, പിന്നെ എങ്ങോട്ടാണ് ലൈക്ക് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ലൈക്ക് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും മെട്രോ വഴിയാണോ അതൊക്കെ അത് പറഞ്ഞു തരും കേട്ടോ. അതും അതിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതേ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇതേ കാത്തിരുന്ന് ഒടുവിൽ നമ്മുടെ ബസ് എത്തി കേട്ടോ. അതെ ഇൻ്റർനെറ്റ് സിറ്റിക്കുള്ള ബസ്സാണ്. മെട്രോ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇനി നമ്മൾ കയറാൻ പോവാണ്. ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ എപ്പോഴും പോവാറ്. ഞങ്ങൾക്ക് അതാട്ടോ എളുപ്പം. വേറെ വഴിക്കൂടൊക്കെ പോവാം, പക്ഷെ ഇതാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ടാണ് ഈ മെട്രോ സ്റ്റേഷനിൽ വന്നത്. അപ്പോൾ ബസ്സിൽ നിന്ന് കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. എന്നാലും വരെയൊക്കെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ ഇത് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ. പിന്നെ അത് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ട്. അതാണ് ഇതിൻ്റെ ഒരു എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം, ഈ മെട്രോ സ്റ്റേഷൻ്റെ. അച്ഛനുണ്ട് ഇപ്പോൾ ഫോൺ നോക്കിയുള്ളപ്പോൾ ഞങ്ങൾ പോകാറുള്ളപ്പോൾ ഞങ്ങൾ പ്രാം അല്ലെങ്കിൽ സ്ട്രോളർ എടുത്തിട്ടാട്ടോ വരാം. കാരണം അത്യാവശ്യം നടക്കാണ്ട് ഇവിടെ നിന്ന്. അതാണ് ഒരു ഇൻ്റർനെറ്റ് സിറ്റിയിൽ നിന്ന് കയറണത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത. ബാക്കിയൊക്കെ കുഴപ്പമില്ല. വേഗം നമുക്ക് ഇനി ഈ ട്രെയിൻ കയറിയാൽ നമ്മൾക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇൻ്റർവ്യൂ ഉള്ള സ്ഥലത്ത് കുറച്ച് ദൂരമുണ്ട്. പക്ഷേ വേറെ ബസ് മാറി കയറണോ അതുപോലെ തന്നെ മെട്രോ വേറെ കയറി പോകലോ അങ്ങനെയൊന്നുമില്ല. ഒരു ഒറ്റ മെട്രോ പിടിച്ചാൽ നമുക്ക് അവിടെ എത്തും. പിന്നെ അവിടെ കുറച്ച് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. അങ്ങനെ സൈഡ് വ്യൂ കൊണ്ടാവും. ഇങ്ങനെയാണ് ഇവിടുത്തെ സൈഡ് വ്യൂവും കാര്യങ്ങളും. ഇതേപോലെ ഇനി കുറച്ചും കൂടി നടക്കാനുണ്ട്. ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനെല്ലാം കംപ്ലീറ്റ്ലി കാട്ടാത്ത, കുറച്ച് കട്ട് ചെയ്ത് കാട്ടാണ് കണ്ടന്നെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ജോബ് ഇവിടെ നോക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് കാട്ടി തരാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഇതൊരു മെമ്മറി പോലെ എൻ്റെ ചാനലുണ്ടെങ്കിൽ എനിക്കത് കാണാമല്ലോ. അത്രയല്ല കേട്ടോ, ഞാൻ വേറെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ധൃതിയിലും അങ്ങനെ. ഇതാണെങ്കിൽ ഞാൻ ഭയങ്കര കാമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോണ ഒരു ഇൻ്റർവ്യൂ കേട്ടോ. അതും അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കണു. ജോബ് കിട്ടട്ടെ. എന്തായാലും ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കുറേ പേര് ഇപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് അടക്കം കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട് ജോബ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ എങ്ങനെയാണ് പോണതെന്നും വിശേഷം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇട്ടെന്നും കൂടി വെച്ചിട്ടാണ്
ഞാനിത് ഇടുന്ന കേട്ടോ. ഇനി നമ്മൾ ഈ കാർഡിൽ എത്ര എമൗണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് എമൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. വേറെ 2 കാർഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാർഡ് ജസ്റ്റ് നോക്കാണ്, അതിൽ ബാലൻസ് എത്രയുള്ളതെന്ന് നോക്കാൻ പോവാം കേട്ടോ. കേട്ടോ കാർഡിൻ്റെ ബാലൻസ് ഒക്കെ ഇങ്ങനെ കാർഡ് ഇതിൻ്റെ ഇടാം. അപ്പോൾ നമുക്കിത് ബാലൻസ് ഇവിടെ 14.50 കാണുന്നു. അപ്പോൾ നമുക്ക് ഇത്ര മതി പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ടോപ്പപ്പ് കാണാം. 20 AD ആയിട്ട് ഇട്ട് കൊടുക്കണം. ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് അതൊന്നിങ്ങനെ ഇട്ട് കൊടുക്കും. അതിനായിട്ട് രണ്ടാമത് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ കാർഡ് ഇപ്പോൾ എടുക്കരുത് കേട്ടോ. ഇതിൽ നമുക്ക് സക്സസ്ഫുൾ വേണ്ടി കാട്ടും. കുറച്ച് ടൈം വരില്ലേ സക്സസ്ഫുള്ളായി. ഇനി നമുക്ക് കാർഡ് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റീചാർജ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. അപ്പം അങ്ങനെ ആകാലേ 34.50. അപ്പം അങ്ങനെ ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ടും ഇങ്ങോട്ട് വരാനും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ സെൻട്രൽ പോയിന്റിലേക്കാണ് പോകുന്ന പ്ലാറ്റ്ഫോമാണ്. ഫസ്റ്റ് ടൈമൊക്കെ പറഞ്ഞ സമയത്ത് ഈ കാർഡ് ഇങ്ങനെ എടുക്കേണ്ടതെന്ന് ഒരു സംഭവങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ വന്ന് പിന്നെ എക്സ്പീരിയൻസ് ആയി. പിന്നെ ഓരോരുത്തരോട് ഡൗട്ടൊക്കെ ചോദിച്ച് ഈ കാർഡ് റീചാർജ് ചെയ്യണ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ ചോദിച്ച് പഠിച്ചതാട്ടോ. ആദ്യമേ തന്നെ നമുക്ക് എല്ലാ ഇൻഫോർമേഷനും എല്ലാം അറിഞ്ഞിട്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ ഓരോരുത്തരോടൊക്കെ ചോദിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവാട്ടോ. മേലെയാണ് പ്ലാറ്റ്ഫോം. അപ്പോൾ ലിഫ്റ്റും ഉണ്ട്, എക്സ്കലറേറ്ററും ഉണ്ട്. ലിഫ്റ്റിലാണ് പോണേ. ഡയറക്റ്റ്ലി ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമുക്ക് അവിടെ ബോർഡിൽ കാട്ടും എത്ര ടൈം. അപ്പോൾ ഇത് 1 മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരുന്നതാണ് പറയണേ. അപ്പോൾ ഇത് നമുക്ക് 1 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. പെട്രോള് മുന്നേ വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് പറയണതല്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, എപ്പോഴും ട്രെയിൻ ഇങ്ങനെ വന്ന് കിടക്കുന്ന ട്രെയിനിൽ ഒരിക്കലും ഓടിച്ചാടി കയറരുത് കേട്ടോ. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. 2 or 3 പേരൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഈ നിർത്തിയിട്ടേക്കുന്ന ട്രെയിനിൽ ഒരാൾ കിടക്കുമ്പോഴും ചിലപ്പോൾ ഡോറ് ക്ലോസ് ചെയ്തിട്ട് മെട്രോ ട്രെയിൻ പോയിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഒറ്റയ്ക്ക് പോകണമെങ്കിൽ പിന്നെ സീനില്ല. ഇപ്പോൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ 2 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഓൺ ദ വേ വരണ ട്രെയിനിലേക്കാണ് ഞങ്ങൾ അങ്ങനെ പോവാറുള്ളൂ കേട്ടോ. എനിക്ക് വന്നപ്പോൾ സീറ്റൊക്കെ കിട്ടി. അച്ഛനവിടെ നിൽക്കുകയാണ്. 2-3 സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴേക്കും സീറ്റ് കിട്ടിയിരിക്കും. അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കണേ. കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്. എനിക്കറിയില്ല ഇപ്പോൾ ഓഫീസ് ടൈം ഒന്നുമില്ല. ബട്ട് എന്താണെന്നറിയില്ല, ഭയങ്കര തിരക്കാണ്. ഫുള്ള് ഭയങ്കര തിരക്കാട്ടോ എപ്പോഴും. അപ്പോൾ ഞങ്ങൾ മെട്രോന്ന് ഇറങ്ങി ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഇൻ്റർവ്യൂ ഉള്ള സ്ഥലത്തേക്ക് പോവാണ്. കുറച്ച് നടക്കാണ്ട് അവിടുന്ന്. അപ്പോൾ പോവാട്ടോ. നല്ല വ്യൂ ആട്ടോ ഇവിടെ. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഷോപ്പുകളും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. അപ്പം ഇത് ഞങ്ങൾ CV പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രിൻ്റ് ഔട്ട് എടുത്തു. ഇതേ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ക്ലോക്ക് ടവറിൻ്റെ അടുത്താണ്. ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല, ഭയങ്കര നോയ്സ് ആട്ടോ ഇവിടെ. എൻ്റെ അമ്മ തിരക്ക് കണ്ടോ? ഒടുക്കത്തെ തിരക്ക് പറഞ്ഞു. ഒടുക്കത്തെ തിരക്കാട്ടോ. അപ്പോൾ സംഭവം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസപ്ഷനിസ്റ്റ് കം വീഡിയോ എഡിറ്റർ ആയിരുന്നു. അപ്പോൾ കോളും കാര്യങ്ങളൊക്കെ നമ്മളോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സോഫ്റ്റ്വെയറിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ഇല്ല. അപ്പോൾ അവർ എന്താ പറയുക, എൻ്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളും അതൊക്കെ ചോദിച്ചു. അപ്പോൾ അത് വിളിച്ചറിയിക്കാമെന്നാണ് പറഞ്ഞേക്കണം കേട്ടോ. അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള അങ്ങനത്തെ. അപ്പോൾ അത് അറിയിക്കാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ അതെങ്ങനെ ഇരിക്കാം കേട്ടോ. ഇനി ഇവിടുന്ന് മെട്രോ വിളിച്ചിട്ട് വീണ്ടും വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതായിട്ട് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണ പോലെ ഒന്നും ആയിരിക്കില്ല ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ. നമ്മൾ മൈൻഡിൽ വേറെ ഇതൊക്കെയാവും വിചാരിച്ചിട്ടുണ്ടാവുക. എത്തിക്കഴിയുമ്പോഴാണ് ടോട്ടലി ചിലപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആവും, ചിലപ്പോൾ ഭയങ്കര ഇതാവും. കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്തു, അതിന് ശേഷം വീണ്ടും വേറൊരാൾ തന്നെ ഇൻ്റർവ്യൂ ചെയ്തു കേട്ടോ. അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായേ. അപ്പോൾ അറിയില്ല, വിളിക്കായിരിക്കും. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വിളിച്ചാലും എനിക്ക് എന്താ പറയുക,
ഭയങ്കര സങ്കടമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ലൈക്ക് ഇനിയും ഉണ്ടല്ലോ, നമ്മൾക്ക് ഒരെണ്ണപ്പോൾ കിട്ടിയില്ല വിചാരിച്ചിട്ട് ഇപ്പോൾ അറിയില്ല കിട്ടില്ല എന്ന്, കിട്ടിയില്ല വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കണ്ടല്ലോ. ഇനിയും കുറേ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേക്കാട്ടും മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൺസൾട്ടൻസി ഒക്കെ ഉണ്ടാവും, ജോബ് കൺസൾട്ടൻസി, അതിൽ പോയി പെടാണ്ടിരിക്കാൻ നോക്കൂട്ടോ. അവർ നമ്മളോട് പൈസ ഒക്കെ ചോദിക്കും, നമുക്ക് എല്ലാ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറയും. അതിൽ ചെന്ന് ആരും പെടാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും.